ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഡെയിലി ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ അല്ലേ. ഇനി പ്രണയം വിജയിക്കാനും അതുപോലെ തന്നെ പ്രണയം പരാജയപ്പെടാനും ഒക്കെ സോഷ്യൽ മീഡിയ ഒരു കാരണമാകാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ പ്രണയം നന്നായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ പ്രണയം ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് ചിലരുണ്ട്, ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും ഒന്ന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും അല്ലേ. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത് റിയലാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അവരെന്താണോ പറയുന്നത് അത് വിശ്വസിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കുന്നത്. നമ്മൾ പലരും ഓർക്കുന്ന പോലും ഇല്ല ഇങ്ങനെ ഒരാൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. പക്ഷേ അവർ പറയുന്നത്, അതായത് ഒട്ടുമിക്ക ആൾക്കാരും സോഫ്റ്റ് ഹേർട്ടഡ് ആണല്ലോ, അവർ പറയുമ്പോഴത്തേക്കും അങ്ങ് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും, ഉള്ള പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കും. പിന്നീടാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ആരാ എന്താ എന്നൊന്നും അറിയാതെ ആരും ആരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അയാൾ കള്ളമാണോ സത്യമാണോ പറയുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും അറിയാത്ത ഒരാൾക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള എന്ത് കാര്യം, ഫാമിലി മാറ്റേഴ്സോ അങ്ങനെ ഒരു കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാം, വീഡിയോസ് ഷെയർ ചെയ്യാം, നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ഷെയർ ചെയ്യാം. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ റിലേഷൻ ഉള്ള ടൈമിലൊക്കെ നിങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നവരാണ് അല്ലേ. ആ ഒരു ഫോട്ടോസ് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു വീഡിയോ നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പിന്നെ പറ്റത്തില്ല. കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, സേവ് ചെയ്യും. ഇതൊക്കെ അവരുടെ സിസ്റ്റത്തിൽ കിടക്കുകയാണ്. പിന്നെ നമുക്കതങ്ങനെ മാറ്റി കളയാനോ എടുത്തു കളയാനോ ഒന്നും പറ്റത്തില്ല. പിന്നീട് നിങ്ങൾ ലൈഫിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും ബാക്കിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരിക. അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും നല്ല രീതിക്ക്. പിന്നെ നിങ്ങൾ വേറെ കല്യാണമൊക്കെ കഴിച്ചു പോയി അവിടെ ചെന്ന് കയറുന്ന വീട്ടിൽ ഈ ഒരു കാരണം പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങളുടെ പേരൻസിന്, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, കസിൻസ് ഒക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതൊക്കെ ഓക്കെയാണ്, ഫോട്ടോസൊക്കെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്നിരുന്നാലും ഓവറായിട്ടുള്ള വേറെ വൃത്തിയായിട്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിയൽ, അതായത് ഉള്ളതാണോ ഇല്ലാത്തയാണോ. അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ളത് എല്ലാം. അതായത് നമ്മൾ റിയൽ ആണ് എന്ന് വിചാരിക്കുന്ന പലരും റിയൽ ആയിരിക്കില്ല, ഒരു ഫേക്ക് ആയിട്ടുള്ള ആളുകളായിരിക്കാം. നമ്മളെ വെച്ച് മുതലെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവർ നമുക്ക് വന്നിട്ട് റിക്വസ്റ്റ് അയക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല, ഒട്ടുമിക്ക ആളുകളും വിചാരിക്കും ഇപ്പം ഇങ്ങനെ പറയുന്നുമുണ്ട്, എല്ലാവരെയും കൂടി കൂട്ടിയാണ് പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ, എല്ലാവരെയും കൂടി കൂട്ടിയല്ല പറയുന്നത്, കുറച്ച് ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതായത് നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്യും. ആ കൂട്ടത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ അയക്കും. പക്ഷേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്കിട്ട് എന്ത് പണിയാണ് തരുന്നതെന്നൊന്നും നമുക്ക് ആ ഒരു ടൈമിൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എത്രയൊക്കെ റിയലാണെന്ന് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ നേരിട്ട് കാണാത്ത ഒരാൾക്ക് അയാൾ എത്ര റിയലാണെന്ന് കണ്ട് പറഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരികയാണ്. ഇങ്ങനെ അയച്ചു തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കുട്ടിയുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വേറെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും ആയിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അത് ഭാവിയിലേക്ക് പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനും കാരണങ്ങളൊക്കെ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അറിയാത്ത ആൾക്കാർക്ക് ആരും പോയി മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് അയക്കുകയോ മിണ്ടാൻ പോവുകയോ ഫോട്ടോ അയക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഉള്ള സമാധാനം കൂടി പോകത്തേ ഉള്ളൂ.
ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺവാണ്ടഡ് മെസ്സേജ് തന്നെയാണ്. അതായത് പരിചയമില്ലാത്ത അക്കൗണ്ടിൽ നിന്നൊക്കെ ഡെയിലി നമുക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, നോക്കുക. അതല്ലാതെ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട വേറെ കാര്യം. ചിലരുണ്ട് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ട്, എന്നിരുന്നാലും നല്ലൊരു സുന്ദരി പെണ്ണാണല്ലോ മെസ്സേജ് അയക്കുന്നേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ട് മെസ്സേജ് അയക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോ മാക്സിമം ആ ഒരു വ്യക്തി നിങ്ങളെ മുതലെടുക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഇങ്ങനെ ഫേക്കായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലുമൊക്കെ കണ്ടു പരിചയപ്പെട്ടു എന്നും പറഞ്ഞിട്ട് നിങ്ങളുള്ള നല്ല റിലേഷൻഷിപ്പ് ഇട്ടിട്ട് പോകാതെ നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയ കണ്ടു എന്നും പറഞ്ഞിട്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ഒരു കുട്ടി ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.